അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പരമ കാരുണികന്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബുദ്ധിയുള്ള ഒരു അസ്തിത്വത്തിൻ്റെ പ്രവർത്തന ഫലമായി മാത്രമേ വ്യവസ്ഥാപിതമായ ഒരു സൃഷ്ടിയോ സംവിധാനമോ നിലവിൽ വരികയുള്ളൂ എന്നാണ് സൃഷ്ടികർത്താവ് ആവശ്യമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്ത വീഡിയോയിൽ നാം പറഞ്ഞു വെച്ചത്. വ്യവസ്ഥാപിതമായ സൃഷ്ടി എന്നാൽ അതിന് വ്യക്തമായ ഒരു ഉദ്ദേശ്യവും അതനുസരിച്ചുള്ള ഒരു പ്ലാനും സംവിധാനവും ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നാം വ്യക്തമായൊരു ഉദ്ദേശ്യവും അതനുസരിച്ചുള്ള ഒരു പ്ലാനും സംവിധാനവും കാണുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ബുദ്ധിയുള്ള ഒരു അസ്തിത്വം പ്രവർത്തിച്ചു എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഈ ഒരു യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് നാം പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളെയും പരിശോധനാ വിധേയമാക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് എന്ന് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരവും സൃഷ്ടിയാണല്ലോ. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഹ്യൂമൻ ബോഡി ഈസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്നാണ്. മനുഷ്യ ശരീരം നിരവധി അവയവ വ്യവസ്ഥകളുടെ ഒരു സമുച്ചയമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തിലെ ഒന്നോ രണ്ടോ അവയവങ്ങൾ മാത്രം നാം പരിശോധനാ വിധേയമാക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് തുടർന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ ശേഷം പറയാം. മനുഷ്യ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിൽപ്പെട്ടതാണല്ലോ ഉദരാശയത്തിൽ പിൻഭാഗത്ത് നട്ടെല്ലിനു ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഒരു ജോഡി വൃക്കകൾ. ഒരു മാങ്ങയണ്ടിയുടെ മാത്രം വലിപ്പമുള്ള വൃക്കകളുടെ മുഖ്യധർമ്മം രക്തത്തിൽ നിന്നു മാലിന്യങ്ങളെ അരിച്ചു മാറ്റുക എന്നതാണ്. അതിനായി ഓരോ വൃക്കയിലും ഏതാണ്ട് 1.5 ദശലക്ഷം അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നു. അവയ്ക്ക് നെഫ്രോണുകൾ എന്ന് പറയുന്നു. ഓരോ നെഫ്രോണിൻ്റെയും ഘടനയും പ്രവർത്തനവും സങ്കീർണമാണ്. അതിന് രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചുമാറ്റുന്ന ഒരു കപ്പ് പോലെയുള്ള ഭാഗവും അരിച്ചുമാറ്റിയ ദ്രാവകത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ളവയെ പുനരാഗീകരണം ചെയ്യുന്ന ലൂപ്പ് ഓഫ് ഹെൻലി എന്ന പേരിലറിയപ്പെടുന്ന നീണ്ടുവളഞ്ഞ കുഴലുകളുമുണ്ട്. ശേഷം അവയിലുള്ള ദ്രാവകം ശേഖരണ നാളി എന്ന മറ്റൊരു കുഴലിൽ എത്തുകയാണ് ചെയ്യുന്നത്. വൃക്ക എന്ന സൃഷ്ടിക്ക് ഒരു ഉദ്ദേശ്യവും അതിനനുസരിച്ചുള്ള ഒരു ഘടനയും സംവിധാനവുമുള്ളതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അതിനു പിന്നിൽ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മനുഷ്യ ശരീരത്തിലെ മറ്റൊരു അവയവ വ്യവസ്ഥയുടെ ഭാഗമാണ് രക്തക്കുഴലുകൾ. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമായ അവ ആർട്ടറികൾ, വെയിനുകൾ, കാപ്പിലറികൾ എന്നീ 3 വിഭാഗങ്ങളായി കാണപ്പെടുന്നു. രക്തം വഹിച്ചു കൊണ്ടുപോയി ശരീരാവയവങ്ങൾക്ക് ഓക്സിജനും പോഷണവും എത്തിക്കുകയും ഉപാപചയ പ്രവർത്തന ഫലമായുണ്ടാകുന്ന മാലിന്യങ്ങളെ വിസർജനാവയവങ്ങളിൽ എത്തിക്കുകയുമാണ് അവയുടെ ധർമ്മം അഥവാ ആ സൃഷ്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തക്കുഴലുകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏച്ചുകെട്ടിയാൽ ഏകദേശം 90,500 കിലോമീറ്റർ നീളമുണ്ടാകുമെന്നാണ് കണക്ക്. നാം വസിക്കുന്ന ഭൂമിയുടെ വൃത്തപരിധി 40,075 കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. അതായത് ഒരു മനുഷ്യൻ്റെ രക്തക്കുഴലുകൾ കൊണ്ട് ഭൂമിയെ 2-ലധികം പ്രാവശ്യം ചുറ്റാമെന്നർത്ഥം. കേവലം 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരമുള്ള മനുഷ്യ ശരീരത്തിൽ മറ്റു പരശതം അവയവങ്ങൾക്കിടയിലാണ് ഇത്രയും നീളമുള്ള രക്തക്കുഴലുകൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വ്യക്തമായ ഉദ്ദേശത്തോടെയും അതിനനുസരിച്ചുള്ള ഘടന, സംവിധാനം എന്നിവയോടെയും സൃഷ്ടിക്കപ്പെട്ട രക്തക്കുഴലുകൾക്ക് പിന്നിലും
ഒരു ബുദ്ധിയുള്ള അസ്തിത്വം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ കഴിയില്ല. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു മാങ്ങയണ്ടിയുടെ മാത്രം വലിപ്പമുള്ള ഒരു സ്പേസിൽ 15 ലക്ഷം അതിസൂക്ഷ്മമായ അരിപ്പകൾ, അതും സങ്കീർണമായ ഘടനയോടുകൂടിയത്, സംവിധാനിച്ചതിന് പിന്നിലെ ബുദ്ധിയും 1.5 മുതൽ 2 മീറ്റർ വരെ മാത്രം ഉയരമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ മറ്റു പരശതം അവയവങ്ങൾക്കിടയിൽ ഭൂമിയെ 2-ലധികം പ്രാവശ്യം ചുറ്റാൻ മാത്രം നീളമുള്ള രക്തക്കുഴലുകൾ സംവിധാനിച്ചതിന് പിന്നിലെ ബുദ്ധിയും, അതിനെ നമുക്ക് ഒരു ഒന്നൊന്നര ബുദ്ധി എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അതിനെ നിന്ദിക്കലായിരിക്കും എന്നതുകൊണ്ട് അനിതര സാധാരണമായ ബുദ്ധിയെന്നോ യുണീക്ക് ഇൻ്റലിജൻസ് എന്നോ അൺകമ്പയറബിൾ ഇൻ്റലിജൻസ് എന്നോ എന്ന് വിളിച്ചുകൊണ്ട് സമാധാനമടയാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുമെന്ന് കാണുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നാഥൻ നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.